പുതിയ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ ജന്മാവകാശ പൗരത്വം എടുത്തുകളയുക, ട്രാൻസ്ജെൻഡേഴ്സിനെ അഥവാ LGBTQA+ കമ്മ്യൂണിറ്റിയെ ഇനി മുതൽ അംഗീകരിക്കില്ല എന്ന് പറയുക, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് വിടവാങ്ങുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ ജനതയും ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയിടയിൽ കനത്ത ഭീകര വിരുദ്ധനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഈ ഭീകര വിരുദ്ധ നയങ്ങളുടെ ഫാൻസിനെയാണ് ഞെട്ടിച്ചിരിക്കുന്നത്. എന്താണ് ആ തീരുമാനം എന്നുള്ളതല്ലേ? അമേരിക്കയെ കിടുകിട വിറപ്പിച്ച ഭീകരനായിട്ടുള്ള ഒസാമ ബിൻ ലാദന്റെ പ്രത്യേക സുഹൃത്തിനെ അമേരിക്ക തടങ്കലിൽ പാർപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. കടുത്ത ഭീകര വിരുദ്ധനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. കുപ്രസിദ്ധ ഭീകരനും ഒസാമ ബിൻ ലാദന്റെ പ്രത്യേക സുഹൃത്തായിട്ടുള്ള ഖാൻ മുഹമ്മദിനെയാണ് അധികാരം ഏറ്റ ഉടൻ ഗ്വാണ്ടനാമോ ജയിലിൽ നിന്ന് ട്രംപ് മോചിപ്പിച്ചത്. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഈ തീരുമാനത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ട്രംപിന് ഇതിൽ തിരിച്ച് എന്ത് കിട്ടി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഒരു കാര്യം ട്രംപ് മുന്നിൽ കാണാതെ ഒരു കാര്യം ട്രംപ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. പകരമായി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ 2 അമേരിക്കൻ പൗരന്മാരെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു. ഇതാണ് ട്രംപ് ഈ ഭീകരനെ മോചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതേസമയം പാക് പൗരയായിട്ടുള്ള ഡോക്ടർ ആഫിയുടെ കാര്യത്തിൽ അമേരിക്കൻ സർക്കാർ ഇതുവരെ തീരുമാനവും എടുത്തിട്ടില്ല. ഇനി താലിബാന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. അതായത് കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് താലിബാൻ അമേരിക്കൻ പൗരന്മാരെ ബന്ദികളാക്കി വച്ചിരുന്നു. അമേരിക്കൻ പൗരന്മാർക്ക് പകരമായി അമേരിക്കൻ ജയിലിൽ കഴിയുന്ന അഫ്ഗാൻ ഭീകരനെയും പാകിസ്ഥാൻ ഭീകരനെയും വിട്ടയക്കണമെന്നാണ് താലിബാൻ ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ ഒരു നീണ്ട ചർച്ച തന്നെ നടന്നു. ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഈ ഭീകരനെ മോചിപ്പിക്കാനായി തയ്യാറെടുത്തത്. 3 അമേരിക്കൻ തടവുകാർക്ക് പകരമായിട്ടാണ് ഖാൻ മുഹമ്മദ് എന്ന അഫ്ഗാൻ തടവുകാരനെ മോചിപ്പിക്കണമെന്ന് താലിബാൻ അഫ്ഗാൻ സർക്കാർ ആവശ്യപ്പെട്ടത്. മുഹമ്മദ് ലാദന്റെ പ്രത്യേക സുഹൃത്തായാണ് ഖാനെ കണക്കാക്കിയിരുന്നത്. ഖാൻ മുഹമ്മദിനെ മോചിപ്പിക്കുന്നത് വരെ തങ്ങൾ ഒരു തടവുകാരനെയും വിട്ടയക്കില്ല എന്ന കർക്കശമായിട്ടുള്ള നിലപാടാണ് താലിബാൻ എടുത്തത്. അമേരിക്ക ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ ഈ 3 തടവുകാരുടെയും, അതായത് അമേരിക്കൻ തടവുകാരുടെയും ജീവൻ തന്നെ അപകടത്തിലായി പോകും എന്ന ഭീഷണിയും താലിബാൻ മുഴക്കിയിരുന്നു. ഖാൻ മുഹമ്മദ് അദാഷ് 2 പതിറ്റാണ്ട് മുമ്പ് നങ്കർഹാർ പ്രവിശ്യയിൽ അറസ്റ്റിലായ ഒരു വ്യക്തിയാണ്. കാലിഫോർണിയയിൽ ജീവപര്യന്തം തടവിന് അയാൾ ശിക്ഷിക്കപ്പെട്ടു. എന്നിരുന്നാലും ഇപ്പോൾ ട്രംപ് സർക്കാർ, ബൈഡൻ സർക്കാരിന്റെ തീരുമാനം മാറ്റുകയും 2 അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള റയാൻ കോർബറ്റിനും വില്യം മക്കൻജിക്കും പകരമായി ഖാൻ മുഹമ്മദിനെ വിട്ടയക്കുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.